25 കിലോ. പഞ്ചസാര 2 കിലോ. സിൽക്കി ബോധന 25 കിലോ. പഞ്ചസാര 3 കിലോ. പഞ്ചസാര 3 കിലോ. ചായപ്പൊടി 500. ചായപ്പൊടി 500. ഉഴുന്ന് 3 കിലോ. ഉഴുന്ന് 3 കിലോ. സാമ്പാർ പരിപ്പ് 1 കിലോ. അമ്മ മെല്ലെ മെല്ലെ പറ, കിട്ടുന്നില്ല. സാമ്പാർ പരിപ്പ് 1 കിലോ. 1 കിലോ. ഉലുവ 250. അമ്മയും മോനും കൂടി കുറെ നേരമല്ലോ വീടിലേക്കുള്ള കണക്ക് എഴുതുന്നത്. സാമ്പാർ പൊടി 1 പാക്കറ്റ്. സാമ്പാർ പൊടി സാമ്പാർ പൊടി ആ 1 പാക്കറ്റ്. ചിക്കൻ മസാലപ്പൊടി 1 കിലോ. 1 പാക്കറ്റ്. ചിക്കൻ മസാലപ്പൊടി 1 പാക്കറ്റ്. എന്നാൽ എന്നോടൊരു വാക്ക് ചോദിക്കുക, എന്തൊക്കെയാ വേണ്ടെന്ന്. ആ ശീലം ഇനിയും കയറി ഇടപെട്ടില്ലെങ്കിലേ അധികാരം കൈവിട്ടു പോകും. പിന്നെ കായം വലുതൊരെണ്ണം. കായം വലുതൊരെണ്ണം. പിന്നെ നെയ്യ് 500. 500 എഴുതി. പിന്നെ എന്താ, കടലപ്പൊടി ആട്ട 5 കിലോ. 5 കിലോ. മറ്റേ ലൂസ് വേണ്ടല്ലോ, പാക്കറ്റ് പോലെ. പാക്കറ്റ്. അതെ, 1 കിലോ മീൻ കൂടി എഴുതിക്കോ. എന്ത്? ഉണക്കമീനോ? ഉണക്കമീനല്ല, സാധാരണ മീന്. അല്ല അയിലയോ മത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ, അത് 1 കിലോ വാങ്ങിക്കോ. ഇവളെന്താടാ അങ്ങനെ? നീ അറിയാണ്ട് പറഞ്ഞു പോകുകയാണോ അതോ മനഃപൂർവ്വം പറയുകയാണോ? നിന്റെ വീട്ടിലൊക്കെ മസാലപ്പൊടിയിലാണ് പച്ചമീൻ വെക്കുന്നത്. എന്താടി ഇത്? ഇവിടെ നിന്റെ നാട്ടിലെ പോലെ അല്ല. ഇവിടെ പലചരക്കടയിലല്ല മത്തിയും ചാള അയലയും കിട്ടുന്നത്. എല്ലാം അറിയുന്നൊരു നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞാനും ഈ നാട്ടിൽ തന്നെയാ ജീവിക്കുന്നത്. പലചരക്ക് കടയിൽ പോയിട്ട് മീൻ വാങ്ങിക്കൊണ്ടുവരാനല്ല ഞാൻ പറഞ്ഞത്. ഈ പലചരക്ക് കടന്റെ അടുത്തല്ലേ മീൻ വിൽക്കുന്ന മാർക്കറ്റ് ഉള്ളത്. മറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് എഴുതാൻ പറഞ്ഞതാ. അല്ലാണ്ട് എന്റെ വീട്ടിൽ മസാലപ്പൊടി പോയിട്ടല്ല മീൻ വാങ്ങുന്നത്. പിന്നെ നിങ്ങൾക്ക് മാത്രം എല്ലാ കാര്യങ്ങളും അറിയും, എനിക്കൊന്നും ഒന്നും അറിഞ്ഞൂടാ. നിനക്ക് എല്ലാം അറിയാൻ മോളെ, സമ്മതിച്ചു. ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്ക്, മീനല്ലേ ഇരിക്കുന്നത്. നിന്റെ മുൻപിൽ കൂടെയല്ലേ മീൻകാരൻ വന്നപ്പോ ഞാൻ മീൻ വാങ്ങിച്ചു വന്നത്. നീ അപ്പോൾ മുറ്റുപിടിക്കായിരുന്നില്ലേ? നിന്റെ കണ്ണെന്താ മേലെയായിരുന്നോ? നീ എന്താടി ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്നത്? ഇവിടെ ഒരു കാര്യം നിനക്ക് അറിയില്ല. അത് വേറൊന്നും അല്ല മോനെ, ആളാകാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാ. അതങ്ങ് പാളിപ്പോയി, അത്രേ ഉള്ളൂ.